ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരും. എന്റെ അമ്മാച്ചന്റെ തേങ്ങ വീണപ്പോഴും ആദ്യം ഇതുപോലെയായിരുന്നു. കേരളത്തിൽ ഇത്തവണ ഭരണം നിലനിർത്തും എന്ന് LDF അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിനുള്ള സാധ്യത വളരെ വിദൂരമാണ് എന്ന് നമുക്കറിയാം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഒക്കെ കണ്ട ഒരു ഭരണവിരുദ്ധ വികാരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും പ്രതിഫലിക്കാനാണ് സാധ്യത. ചിലപ്പോൾ അത് സംഭവിക്കാം. നടക്കില്ല. എവിടെയും അത്തരത്തിലൊരു ഭരണവിരുദ്ധ വികാരം പ്രകടമല്ല. കാരണം ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു വികാരം ഇല്ല. എന്നെ കാണിക്കാനുള്ള പതിവ് നാടകമൊന്നും വേണ്ട. എന്റെ ദൈവമേ, എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണം എന്നറിയത്തില്ല കേട്ടോ ഈ സഖാക്കന്മാരെയൊക്കെ. ഇപ്പോൾ LDF തോൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം UDF ജയിക്കുക എന്നുള്ളതാണ്. ഭരണവിരുദ്ധത്തിൻ്റെ ഒരു ഭാഗം BJP കൊണ്ടുപോകും, എന്നാൽ പോലും UDFന് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടും എന്ന കാര്യത്തിൽ സംശയത്തിന് അവകാശമില്ല. പിന്നെ ഭരിക്കാൻ അവസരം കിട്ടിയാൽ അവരെങ്ങനെയായിരിക്കും ഭരിക്കുക, ഭരണമാറ്റം എങ്ങനെയായിരിക്കും ഭരണനാറ്റമായിട്ട് മാറുക എന്നുള്ള വേറെ ചോദ്യമാണ്. നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത് അല്ല. അത് ഇനി ആരായിരിക്കും മുഖ്യമന്ത്രി എന്നത് മറ്റൊരു ചോദ്യമാണ്. ഒരു പക്ഷേ VD സതീശനായിരിക്കാം പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകുക എന്നുള്ളതാണല്ലോ സാധാരണ നാട്ടുനടപ്പ്. ഇനി അതല്ലെങ്കിൽ പാർട്ടിയിലെ സീനിയോറിറ്റിയും പാർലമെന്ററി സീനിയോറിറ്റിയും ഭരണപരിചയവും വെച്ച് രമേശ് ചെന്നിത്തലയായിരിക്കും. അതുമല്ലെങ്കിൽ KC വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് നേരിട്ട് ഹാജരാകാൻ സാധ്യതയും. മുഖ്യമന്ത്രിയാവാൻ ഇയാളെക്കാൾ യോഗ്യം ഞാൻ തന്നെ. ആ പൂതി മനസ്സിൽ വെച്ചാൽ നിർത്ത്. പല സാധ്യതകൾ മുന്നിലുണ്ട്. പിന്നെ രാഹുൽ ഗാന്ധി ആണെങ്കിൽ ഒരു വനിതാ മുഖ്യമന്ത്രിയുടെ കാര്യവും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷാനിമോൾ ഉസ്മാനോ ബിന്ദു കൃഷ്ണയോ, അതുമല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ആളുകൾക്ക് 6 മാസത്തിനകത്ത് മത്സരിച്ച് ജയിച്ചാൽ മതിയല്ലോ. ആ നിലയ്ക്ക് ഷമ മുഹമ്മദ് ആകാൻ പോലും സാധ്യതയുണ്ട്. പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമായിട്ടും പിണറായി വിജയനാണ് ആകേണ്ടത്. പക്ഷേ പ്രായാധിക്യവും അനാരോഗ്യമൊക്കെ ഉള്ളതുകൊണ്ട് ഈ വയ്യാത്ത പ്രായത്തിൽ പുള്ളി മുഖ്യമന്ത്രിയാകാൻ മടിക്കുകയില്ലെങ്കിലും പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ VD സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് ആ സഭയിൽ ഹാജരാകുക എന്ന് വെച്ചാൽ പുള്ളിക്ക് അത് തന്നെ ഒരു കുറച്ചിലാണ്. അപ്പോൾ അദ്ദേഹം ഇത് ഏറ്റെടുക്കുകയില്ല എങ്കിൽ പിന്നെ ആരായിരിക്കും? സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന മുഖം അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവും ലോക യുവജന സംഘടനയുടെ അഖില ലോക നേതാവുമായിരുന്ന സാക്ഷാൽ മുഹമ്മദ് റിയാസിൻ്റെയാണ്. അപ്പോൾ അമ്മോശൻ മാറി മരുമോൻ വന്നു എന്ന് PV അൻവറിനെ പോലുള്ളവർക്കൊക്കെ പരിഹസിക്കാനൊരു അവസരം കിട്ടും. അതല്ലാതെ ഇദ്ദേഹത്തിന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് പറ്റിയ ഒരാളാണോ എന്ന് ചോദിച്ചാൽ അല്ല. പിന്നെ ഇപ്പോൾ മിക്കവാറും എല്ലാ പാർട്ടിയിലും എന്ന പോലെ CPM-ലും ബന്ധുബലമാണല്ലോ പ്രധാനം. സർവശക്തനായ ഒരു അമ്മായിയപ്പനുള്ളതുകൊണ്ട് മരുമകന് പ്രതിപക്ഷ നേതാവാനും തടസ്സമൊന്നുമില്ല. ഇനി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് വന്നു കഴിഞ്ഞാലും PR ഏജൻസികളിലോടത്തോളം കാലം പുള്ളിക്ക് വലിയ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് വളർന്നു വരാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഇനി മെറിറ്റിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണ്, അതായത് ബന്ധുബലത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, മെറിറ്റിൻ്റെ മാത്രം യോഗ്യതയുടെ മാത്രം അടിസ്ഥാനത്തിലാണ് ഒരു പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കുന്നതെങ്കിൽ അത് വലിയൊരു എങ്കിൽ ആ സ്ഥാനത്തേക്ക് ആര് വരും എന്ന് ചോദിക്കുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. ഈ കഴിഞ്ഞ മന്ത്രിസഭയിലെ മിക്കവാറും മെമ്പർമാരും ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകും. ജനങ്ങളോട് അരുതാത്തത് പ്രവർത്തിക്കുന്നവർ ശാസിക്കപ്പെടുക തന്നെ വേണം. വീണ ജോർജ് ഉണ്ടാകാൻ സാധ്യതയില്ല. നമ്മുടെ ബാലഗോപാൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ശിവൻകുട്ടിയുടെ കാര്യം ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മിക്കവാറും ആളുകളും പുതിയ സഭയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. എല്ലാം കൊണ്ടും കഷ്ടകാലം തന്നെ. പുതിയ സഭയിൽ ഉണ്ടാകുകയും ചെയ്യണം, പാർട്ടിയിൽ സീനിയർ ആയിരിക്കുകയും ചെയ്യണം. റിയാസിനെ സംബന്ധിച്ചുള്ള ആ പ്രശ്നമില്ല, പുള്ളി സഭയിലുണ്ടാവും, സമുന്നത നേതാവുമാണ്, പിന്നെ യുവജന സംഘടനയുടെ അഖില ലോക നേതാവുമായിരുന്നു. അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറുമാണ്. സർവോപരി പിണറായി വിജയന്റെ മകളുടെ ഭർത്താവുമാണ്. ഇപ്പം എല്ലാ യോഗ്യതയുണ്ട്. ഇനി അതല്ലാതെ ഒരാൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ കളമശ്ശേരിയിൽ മത്സരിക്കുന്ന സഖാവ് P. രാജീവാണ്. രാജീവ് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനാണ് സാധ്യത കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ജയിച്ചു വരാൻ സാധ്യതയുണ്ട്. പിന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, സ്ഥലത്തെ പ്രമുഖ ചിന്തകനാണ്. വിളഞ്ഞ പുള്ളിയാണ് കേട്ടോ. നമ്മുടെ സന്ദേശത്തിലെ കുമാരപിള്ള സാറിൻ്റെ ഒരു പുനരവതാരമാണ്. താത്വികമായിട്ടും ദാർശനികമായിട്ടും പ്രത്യയശാസ്ത്രപരമായിട്ടും ഒക്കെ കാര്യങ്ങളെ വിശകലനം ചെയ്യാനും ജന മനസ്സുകളിൽ അവതരിപ്പിച്ച് പ്രചാരം നേടിയെടുക്കാനും ഒക്കെ ഇന്നിപ്പോൾ രാജീവിനെ കഴിഞ്ഞിട്ട് വേറൊരാളുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. സത്യം പറഞ്ഞ ആശാന്റെ കഴി വെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. അപ്പോൾ ഗോവിന്ദൻ മാഷ് പാർട്ടി സെക്രട്ടറി, രാജീവ് പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുകയാണെങ്കിൽ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറ കൂടുതൽ ശക്തിപ്പെടുകയും ബഹുജന ബന്ധം കൂടുതൽ ഉറക്കുകയും ചെയ്യും. ഇപ്പോൾ പാർട്ടിയിലുള്ള ബഹുജനങ്ങൾ കൂടി വേറെ വല്ല പാർട്ടിയിലും പോയി ചേരുന്ന കാഴ്ച നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പരിണതിയിലേക്ക് പോകാൻ പാർട്ടി താല്പര്യപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും കേരളത്തിലൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഒന്നുകിൽ മുഹമ്മദ് റിയാസ് ആയിരിക്കും, അല്ലെങ്കിൽ സഖാവ് P. രാജീവ് ആയിരിക്കും. ആര് തന്നെ ആയാലും മോശം വരികയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ചാത്തുകുടി ചേട്ടാ?